Hello everyone, welcome back to Xylem Learning. ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് ആപ്പിലൂടെ നമ്മൾ ആപ്പ് പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ Xylem Avengers ബാച്ച് ഉണ്ടല്ലോ 7ാം ക്ലാസ്സുകാർക്കുള്ള അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എല്ലാവരുടെ മൊബൈൽ ഉണ്ടാവും നമ്മുടെ ആപ്പ് സ്റ്റോർ, ആക്ച്വലി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവും. ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ നേരെ Xylem Learning എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് വരും. അതിൽ Xylem Learning ആപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. യെസ്, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കേണ്ടാവും, അത് OTP ഒക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുണ്ടാകും. നിങ്ങളുടെ ഇവിടെ കൺട്രി ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്ത്യ ആയിരിക്കും ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവുക. യെസ്, അത് ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നേരെ നിങ്ങളുടെ നമ്പർ സെലക്ട് ചെയ്യുക, നമ്പർ അടിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. കഴിഞ്ഞാൽ നിങ്ങളുടെ OTP വെരിഫിക്കേഷന് വേണ്ടി OTP അയക്കുന്നതാണ്. ആ OTPയും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അറിയില്ലേ? അങ്ങനെ OTP അടിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ആക്ച്വലി ഇവിടെ ജസ്റ്റ് ഇതാ ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചത് കൊണ്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് വന്നിട്ടുണ്ടാവില്ല. എക്സ്പ്ലോർ അതർ എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ Xylem പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് എക്സാമിനെ പറ്റിയിട്ടും ഡീറ്റെയിൽസിനെ പറ്റി ഇവിടെ ഉണ്ടാകും. അതിൽ ആക്ച്വലി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ 7ാം ക്ലാസ് അവെഞ്ചേഴ്സിലാണോ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കൂൾ പ്രിപ്പറേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ 7ാം ക്ലാസ്സുകാരാണ്, അവെഞ്ചേഴ്സ് ആണ്, പവർ ആണ്. ആ 7ാം ക്ലാസ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. നമ്മുടെ 7ാം ക്ലാസ് അവെഞ്ചേഴ്സ് ബാച്ചിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ആക്ച്വലി 2857 രൂപൻ്റെ ആ ഒരു ബാച്ചാണ്. ആ ഒരു ഇനീഷ്യൽ അതായതുകൊണ്ട് നമുക്ക് 1999 എന്ന് പറയുന്ന ഒരു മാജിക് പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ പോകുന്നത് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ബൈ നൗ എന്നുള്ള ബൈ നൗ എന്നുള്ള ആ ഒരു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ വരും. യെസ്, ഇവിടെ പ്രൊസീഡ് ടു ബൈ, നിങ്ങൾ ബൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റാസോർ പേ എന്ന് പറയുന്ന ആ ഒരു ആപ്പിൻ്റെ ആക്ച്വലി ആ ഒരു രൂപത്തിലാണ് അത് ത്രൂ ആണ് നമ്മൾ എന്താക്കുന്നത്, ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്തിട്ടോ, ATM കാർഡ് ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ, ഓക്കെ, ആ ഒരു ATM കാർഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ടോ നമുക്ക് എന്താക്കാൻ പറ്റും, ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു എമൗണ്ട് ജസ്റ്റ് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ CVV നമ്പറൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ UPI QR കോഡ് വെച്ചിട്ടോ, അല്ലെങ്കിൽ UPI നിങ്ങൾ ഓൾറെഡി നമ്പർ അടിച്ച നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് പോയിക്കൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഷോ QR കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ QR കോഡ് ഇതാ ആ ഒരു പ്രൈസും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു QR കോഡ് ജനറേറ്റ് ആകും. ആ ഒരു QR കോഡ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ജസ്റ്റ് സ്കാൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇത് പേ ചെയ്യാൻ പറ്റും. ആ പേ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ ഒരു ആപ്പ് പർച്ചേസ് ചെയ്തു, നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ചിലുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്ലൈഡുകളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇത് എങ്ങനെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ട് വരുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. Until then, it's bye.